ഹലോ, കാറ്റത്തിക്കിളിക്കൂടി ഇന്നത്തെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷും നിധിയും ആയിട്ട് സംസാരിച്ച് അവർ ഡൈവേഴ്സ് ഒരു വക്കീലിനെയൊക്കെ പോയി കണ്ടിട്ട് അങ്ങനെ വരുന്ന വഴിക്കാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കാണുന്നത്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്ന് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു, എന്തോ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഇഷ്ടങ്ങൾ, ഒരാളുടെ ഇഷ്ടം മറ്റേ പറയാം, അങ്ങനെ ആ ഒരു ടാസ്ക് പോലെയായിരുന്നു. അപ്പോൾ അതിൽ സുധീഷ് ആണെങ്കിൽ നിധിയുടെ ഇഷ്ടങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സുധീഷിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് നിധി പറയുന്നത് മിക്കവാറും എല്ലാം തെറ്റിച്ചിട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നിധി ചോദിക്കുകയാണ്, അങ്ങനെ അവരൊരു ബൊക്കയൊക്കെ കൊടുത്താണ് പറഞ്ഞു വിടുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബൊക്ക ഇങ്ങനെ പിച്ചി പൂവ് കളഞ്ഞാണ്, ഓരോ പൂവ് എടുത്ത് കളഞ്ഞാണ് നിധി വരുന്നത്. അപ്പോൾ നിധിക്ക് ആകെ ഒരു ഡൗട്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, തനിക്കിതെങ്ങനെ പറ്റുന്നു? കാരണം എൻ്റെ ഇഷ്ടങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സുധീഷ്, അതൊന്നുമില്ല, ഞാൻ കുറച്ച് കാണാനായിട്ട് ഒരു 5-6 മാസം കൊണ്ട് നമ്മൾ തമ്മിൽ കാണുന്നില്ലേ, അപ്പോൾ ഇഷ്ടമുള്ളവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കും അതല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ സാരമില്ല, എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ താൻ തെറ്റിച്ച് പറഞ്ഞു, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുണ്ടെങ്കിൽ പോരുകയാണ്. അപ്പോൾ നിധിക്ക് അന്നേരം ഒരു മനസ്സിലൊരു തോന്നല്, ഇതൊക്കെ കറക്റ്റായിട്ട് സുധീഷ് മനസ്സിലാക്കി വെച്ചേക്കുന്നുള്ള എന്ന രീതിയിൽ അങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരിഞ്ഞ് വീട്ടിൽ പോരുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതുവിൻ്റെ ആ ഒരു സഹോദരൻ വീട്ടിൽ വന്ന് ആകെ വിഷയം ഉണ്ടാക്കുകയാണ്. അച്ഛനെയും ഒക്കെ ഒരുപാട് ചീത്ത പറയുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സുഭാഷ് പറയുന്നു, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഹരീഷ് അറിയരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ഹരീഷ് വരാൻ ഇത്തിരി ലേറ്റാവുന്നു. അച്ഛൻ പുറത്തിരിപ്പുണ്ട്, ബാക്കി എല്ലാവരും അകത്ത് തന്നെ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകം സുഭാഷ് പറയുന്നു, നമ്മുടെ ഭാഗത്തുനിന്നൊരു സംശയം ഉണ്ടാവരുത്, അവനിതൊന്നും അറിയണ്ട. അങ്ങനെ ഹരീഷ് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് സുഭാഷ് പതിവില്ലാത്തോണം, നിനക്ക് ചായ എടുക്കട്ടെ, കഴിക്കാൻ എന്താ വേണ്ടേ, അങ്ങനെ ഓരോന്നങ്ങ് ചോദിക്കുകയാണ് പെട്ടെന്ന്. അപ്പോൾ ഹരീഷ് പറയുന്നു, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ, ഞാൻ കുളി കഴിഞ്ഞിട്ടല്ലേ ആഹാരമൊക്കെ കഴിക്കാറുള്ളൂ, സുഭാഷ് ചേട്ടൻ അറിയാവുന്നതാണല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. അങ്ങനെ ഹരീഷ് പെട്ടെന്ന് അകത്തേക്ക് പോവാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഈ സുഭാഷ് ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ല, ഒരാളിപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് കുറേ നാൾക്ക് ശേഷം വരുന്ന പോലെ ചായ എടുക്കട്ടെ, കാപ്പി ഇതൊക്കെ ചോദിക്കുമ്പോൾ അവന് സംശയം തോന്നായിരിക്കും, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് വലിയ പൊങ്ങത്തിലൊക്കെ തട്ടിയിട്ട്. അതിന് ശേഷമാണെങ്കിൽ ഹരീഷ് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് സുധീഷ് അങ്ങോട്ട് നിന്നിട്ട്, പിന്നെ കടയിൽ എന്തൊക്കെയുണ്ട് വിശേഷം, ഇന്ന് കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നോ, വർക്കുണ്ടോ, വണ്ടി തോനെ കിട്ടി, അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പോൾ അതിലും അങ്ങനെ ഒരു പതിവില്ലാത്ത ചോദ്യങ്ങളാണ് സുധീഷിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നത്, സുധീഷിന് ഏട്ടനത് എന്താ പറ്റിയത്, ഇങ്ങനെ ഒരു സംഭവം ചോദിപ്പം പറച്ചിലൊന്നുമില്ല, ഇവിടെ എന്താ സംഭവിച്ചു, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ആകെ ഒരു മാറ്റം. ഇത് കേൾക്കുമ്പോൾ അപ്പോൾ സുഭാഷിന് മാത്രമല്ല സുധീഷിനും പറ്റിയ അബദ്ധമാണ്. സുധീഷും അങ്ങനെ പതിവില്ലാത്ത ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഇതൊക്കെ കേട്ടുകൊണ്ട് അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ഭാസ്കരൻ പറയാണ്, നിങ്ങൾ പോയി കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചോളൂ, എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുത്തൻ ഇവിടെ വന്ന് എന്തെല്ലാം കാട്ടിക്കിട്ടു, നീ ആ സ്നേഹിക്കുന്ന പെണ്ണുണ്ടല്ലോ, പെൺപിള്ളേർ സ്നേഹിച്ചെങ്കിൽ അവളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ഒന്നാമത് ഈ വീടിന് ആകെ ദുഷ്പേരാണ്, അതിൻ്റെ കൂടെ ഓരോ പിടിച്ചു വെച്ചോളും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുഭാഷ് പറയുന്ന, അച്ഛനൊന്നും മിണ്ടാതിരിക്കും, എനിക്ക് നിങ്ങളോട്ട് ഇതൊന്നും ഒളിച്ചു വെക്കാനൊന്നും കഴിയില്ല, ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയണ്ടേ, ഇവിടെ ആ പെണ്ണിൻ്റെ ആങ്ങളൊന്നും എന്തെല്ലാം കാട്ടിക്കൂട്ടിയെ, ഇത്രയും പ്രായ വ്യത്യാസമുള്ള എന്നെപ്പോലെ അവൻ എന്തെല്ലാം ചീത്തയാണ് വിളിച്ചത് എന്നൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഹരീഷിന് ഭയങ്കര ദേഷ്യമാവുന്നു. അപ്പോൾ സുഭാഷ് പറയുന്നത്, വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, കാര്യങ്ങൾ ഒരുവിധം സംസാരിച്ച് അത് സോൾവ് ആക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴേക്കും ഹരീഷ് നീതുവിനെ വിളിച്ചിട്ട് പറയുന്നു, എന്തുവടി നിൻ്റെ സഹോദരൻ ഇവിടെ വന്ന് കാട്ടിയിട്ട് പോയത്, അവനിത് ഇവിടെ വന്ന് എന്ത് തോന്നിയാസം കാണിക്കാമെന്നാണോ? അപ്പോൾ നീതു പറഞ്ഞു, അത് ഹരീഷേ, അവൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നീ വേണമെങ്കിൽ പിടിച്ചു നിർത്തണമായിരുന്നു അവനെ, ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു ഹരീഷ് അങ്ങ് തട്ടിക്കയറുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നീ പ്രേമവും ഇതൊന്നും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ട് സംസാരിക്കും. അപ്പോൾ നീതു പറയുന്നുണ്ട്, അയ്യോ ഹരീഷ്, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനെല്ലാം കഴിഞ്ഞ് നീതു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നീതുവിൻ്റെ അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ അമ്മ ആരാടി ഫോണിൽ വിളിച്ചത്, അവനായിരുന്നു? അതെ, ഹരീഷ് തന്നെ. നീ എന്തിനാണ്ടി പിന്നെ അവനെ വിളിച്ച്? ഞാൻ ഇഷ്ടമുള്ളപ്പോഴൊക്കെ അവനെ വിളിക്കും, എനിക്ക് തോന്നുമ്പോൾ. ഞാൻ അവനെ വിവാഹം കഴിക്കാൻ പോകണം, നിങ്ങളുടെ മോൻ ചെന്ന് അവിടെ ചെന്ന് വിഷയം ഉണ്ടാക്കി ഞാനെന്താ ഹരീഷിനെ അങ്ങ് മറക്കുമെന്ന് കരുതി? ഒരിക്കലുമില്ല, ഞാൻ ഹരീഷിനെ ഇനിയും വിളിക്കും, സംസാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങൾ. അങ്ങനെ നീതുവിൻ്റെ അമ്മ നീതുവിനെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞാലും നീതു അനുസരിക്കുന്നുമില്ല. അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ നികേഷിന് പഠിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിധി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പരീക്ഷയാണോ എന്നൊക്കെ ചോദിക്കണം. നീ ഏട്ടത്തി പഠിക്കാൻ ഇത്തിരി പാടാന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് അവിടെ ഹരീഷിനെയും സുധീഷിനെയും കാണുന്നില്ല.
അപ്പോൾ സുഭാഷ് വന്ന് ചോദിക്കുന്നത് ഇവിടെ രണ്ടുപേരും നിന്നിട്ടുണ്ടായിരുന്നല്ലോ, സുധീഷും ഹരീഷും, അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ നികേഷ് അവരിവിടെ മുറ്റത്തൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. സംശയിക്കേണ്ട, രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് നേരെ നീതുവിൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ്. അപ്പോഴേ പറയുന്നുണ്ട്, ഒന്നാമത് സുധീഷാണെങ്കിലും എടുത്തിയാട്ടക്കാരനാണ്, ഇനിയിപ്പോൾ ഹരീഷിനെ കുട്ടി അവിടെ പോയിട്ടുണ്ടാവുമോ. സൂക്ഷ്മല അത് തന്നെ അവിടെ ചെന്ന് കയറി ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് തുടർന്ന എപ്പിസോഡിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രൊമോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും കാറ്റത്തെ കിളിക്കൂട് മിസ് ചെയ്യരുത്, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.